ഇപ്പൊ അപ്പയുടെ ആരോഗ്യം ഒക്കെ എങ്ങനെയിരിക്കുന്നു? ഇപ്പൊ കുഴപ്പമില്ല. കിഡ്നിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചെറിയ ഡയാലിസിസ് ഉണ്ട്. ഇപ്പം അപ്പന് കൃഷിയോടൊക്കെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. അല്ല, അപ്പൻ ഈ കൃഷി ചെയ്ത് സ്വാഭാവികമായിട്ട് അടുക്കളയിൽ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടെന്ന് പറഞ്ഞാലും അത്രയല്ലേ അടുക്കളയിൽ കൊച്ചെന്നം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് കൃഷി ചെയ്ത് ഉണ്ടാക്കണ്ടേ? അപ്പൊ അല്ല, അപ്പൻ ഇങ്ങനെ ഈ കൃഷിക്ക് വേണ്ടി അപ്പൻ സമയം കളഞ്ഞിട്ടുണ്ട്. അത് നമ്മള് റീലൊക്കെ ഒത്തിരി കണ്ടതല്ലേ. അതേപോലെ കളഞ്ഞതല്ല, അതിൽ നിന്ന് പുള്ളിക്കൊരു സന്തോഷവും നമ്മളെ ഈച്ച് മലയാളികൾ അങ്ങനെ ചെയ്യണം എന്ന് അപ്പൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു അത് വളരെ നേരത്തെ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്നും ഇതൊക്കെ അറിയുന്ന അതിന് മുന്നേ തന്നെ പുള്ളി ആ നാട്ടിലും പുള്ളി ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് 2010-9 ആ സമയം തൊട്ടിട്ട് പുള്ളി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് സിനിമ ഹൗ ഓൾഡ് ആർ യു വരുന്നു, അല്ല സിനിമകളിലൂടെ ഇതിനെ ഇത് ചെയ്യുന്നു. അപ്പൊ അച്ഛൻ അന്ത കാലം തൊട്ടിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റീസേർച്ചും ഇതും. അപ്പൊ ആ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളിപ്പോ താമസിക്കുന്ന തൃപ്പൂണിത്തുറ അവിടെ പല നെൽപ്പാടവും ഇതൊക്കെ ഇങ്ങനെ പുറമ്പോക്ക് പോലെ കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പുള്ളി പാട്ടത്തിനും ഇതിനൊക്കെ എടുത്ത് പുള്ളി അവിടെ കൃഷി ഇറക്കി പുള്ളി ആ ഏരിയയിലുള്ള എല്ലാവരും കൊണ്ടുവന്ന് ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ച് അവിടെ എല്ലാ നാട്ടിലെ ആൾക്കാരെയൊക്കെ ആ ഒരു കൾച്ചർ പുള്ളി ഗ്രോ ചെയ്തെടുത്തു. ശരിക്കും അപ്പന്റെ ആ റീലൊക്കെ കുറെ കണ്ടപ്പോഴത്തേനുണ്ടല്ലോ നാട്ടുകാർക്കൊക്കെ ഒത്തിരി പ്രോത്സാഹനമായിരുന്നേ. അറ്റ്ലീസ്റ്റ് ഒരു നമ്മുടെ മുറ്റത്താണേലും 2 ചെടി വെച്ചേച്ച് അതൊന്ന് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞ അതുകൊണ്ട് അല്ലേ ചേച്ചി, സന്തോഷത്തിന് വേണ്ടിയില്ല നമ്മളത് പുള്ളി അത് പ്രൊമോട്ട് ചെയ്ത് അതിനല്ല. കാരണം പുള്ളി പറഞ്ഞിരുന്ന നമ്മുടെ ഏറ്റവും ആരോഗ്യവും പരിപാടിയും ചെയ്യുന്നത് ഈ പറഞ്ഞ പെസ്റ്റിസൈഡ് അടിക്കുന്ന ഇതുപോലത്തെ പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള. അപ്പം ഞങ്ങൾ ആ വീട്ടിലെല്ലാം കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സാധനങ്ങളാണ് വർഷങ്ങളായിട്ട് പിന്നെ ഉപയോഗിച്ചത്. പുള്ളി പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിക്കില്ല, ഉപയോഗിക്കില്ല, കഴിക്കില്ല. അപ്പം ആരോഗ്യ സംരക്ഷണം എന്നുള്ള രീതിയിലാണ് പുള്ളി അതിനെ പറയുക. അല്ലാണ്ട് നമ്മളിത് ഡെയിലി ഇത് കുറച്ച് നട്ടിട്ട് രാവിലെ വന്ന് നോക്കി സന്തോഷം കിട്ടിക്കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഇത് ചെയ്ത് നമ്മൾ തന്നെ അത് കഴിച്ച് ഇതാക്കുക എന്നുള്ളത്. കാരണം ഓർഗാനിക്കലി നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിന് വലിയ സൈസും വലിപ്പമൊന്നും ഉണ്ടാവില്ല. വെണ്ടക്കൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സാധനം ഈ പറഞ്ഞ പോലെ പറയാം, ശരിയാ. പ്രാക്ടിക്കലി അതാണ് നമ്മള് ജൈവവളമൊക്കെ ഉപയോഗിച്ചും ഈ പറഞ്ഞ പെസ്റ്റിസൈഡ് ഒന്നും അടിക്കാതെ എടുക്കുന്ന സാധനം. പക്ഷെ വീടുകളിൽ വെച്ചാൽ ആരാ നമ്മളിപ്പോ പെസ്റ്റിസൈഡ് അടിക്കാൻ പോകുന്നത്? അവിടെ ഇപ്പൊ നമ്മൾ മെനക്കെടാൻ പോവോ? ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ടും ആ വളമൊക്കെ കൊടുത്തും ഒക്കെ ആയിരിക്കുമല്ലോ. നമുക്ക് അല്ലാതെ മെനക്കെട്ട് പോയി കിടന്ന് ആരും വളം മേടിച്ച് കൊണ്ടിടുകയോ അതിനെ പരിപോഷിക്കുകയോ ചെയ്യത്തില്ല. അതും ഇതിപ്പോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് വീടുകളിലാണെങ്കിൽ നമുക്കിത് വയബിൾ ആണ്, പ്രാക്ടിക്കൽ ആണ്. അപ്പോഴിത് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും പിന്നീട് കുറെ ഓർഗാനിക് ഇത് വന്നു, കടകൾ വന്നു, സ്റ്റോറുകൾ വന്നു, ഷോപ്പുകൾ വന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൾച്ചർ വന്നു. ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു ആരും തന്നെ ഇല്ലാന്ന് ഞാൻ പറയണില്ല, പക്ഷെ സ്റ്റിൽ കാരണം ഇപ്പൊ എനിക്കൊന്ന് ഓർഗാനിക് ഇതൊരു സ്ക്വയർ രീതിയിലൊരു സ്കാമായി മാറുന്നുണ്ടോ എന്നൊരു നമുക്ക് ഡൗട്ട്. ചിലത് ഇല്ലാന്ന് എല്ലാവരെയും പറയാൻ പറ്റില്ല. വളരെ ജെന്യൂനായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുള്ള സ്കാമാണ്. നമുക്കത് കാരണം സാധാരണ കോമണേഴ്സിന് അത് അഫോർഡബിൾ അല്ല. കാരണം കമ്പാരിറ്റീവ്ലി നോർമൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. അപ്പം ഇപ്പോഴും നമ്മൾ കഴിയാവുന്നത്ര വീട്ടിൽ ചെയ്യുക, അല്ലാതെ ബാക്കി എന്തെങ്കിലും ആവശ്യം വരുമ്പോ മേടിക്കാന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് വയബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ല. അത് കറക്റ്റ് ആണ്. എല്ലാവർക്കും പറ്റിയല്ല അത് പോയി മേടിക്കാൻ. ഈ പറഞ്ഞ പോലെ എടുക്കാൻ പോണെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കൈക്ക് പറ്റുന്നതല്ലേ, നമ്മുടെ കൈ കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെയാ. ശരിയാ. ഇതേപോലെ ശ്രീനേട്ടന് രാഷ്ട്രീയത്തോട് ഇഷ്ടമായിരുന്നു? രാഷ്ട്രീയത്തിനോട് ഇഷ്ടമല്ല. പുള്ളിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ ജനിച്ചു വളർന്ന സ്ഥലം ഇന്റർവ്യൂലൊക്കെ ശ്രീനേട്ടൻ എന്താ അറിയോ, ശരിക്കും ശ്രീനേട്ടന്റെ വർത്താനം കേൾക്കാൻ ഞങ്ങൾക്ക് മലയാളികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ ശ്രീനേട്ടൻ പറയുന്ന ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ സത്യം കേൾക്കുമ്പോൾ ഒരാളുടെ വായിന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലെ. അപ്പൊ ശ്രീനേട്ടന്റെ മിക്ക ഇന്റർവ്യൂസും എല്ലാം അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നല്ലേ. ഇഷ്ടമായിരുന്നു? മക്കൾക്ക് ഇഷ്ടമായിരുന്നു ഈ ധ്യാനോ വിനീതനോ? ഇഷ്ടപ്പെടാൻ ഇതൊരു നമുക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളുണ്ട്, ഇല്ലാന്നല്ല. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടം തോന്നാനുള്ളൊന്നുമില്ലല്ലോ. എന്നതേലും നാടിന് വേണ്ടി ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ചെയ്യണം അങ്ങനെ ആഗ്രഹം? നാടിന് വേണ്ടി ചെയ്യേണ്ടവർ തന്നെ ചെയ്യുന്നില്ലല്ലോ ജീവിതം. അതുകൊണ്ട് പിന്നെ അല്ല, അവരോട് മുഖത്ത് നോക്കി പറയാനൊരു മടിയോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ജീവിക്കുന്ന തന്നെ തേർഡ് വേൾഡ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണ്ട, നടന്നോളൂ. അപ്പം അതുകൊണ്ട് പിന്നെ നടന്നോളന്നല്ല. ബേസിക്കലി കറപ്ഷനും മിസ്മാനേജ്മെന്റ് ഇതൊക്കെ ഉള്ളിടത്തോളം പ്രത്യേകിച്ച് ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ,
അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാരിറ്റി കാര്യങ്ങൾ അതുപോലെ സംഭവങ്ങൾ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ള അതിപ്പോ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ പറ്റുന്ന രീതിയിൽ തോതിൽ നമുക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ രാജ്യത്ത് തന്നെ മാറ്റിമറിക്കാന്ന് പറഞ്ഞാൽ ഈ രാജ്യം മാറാറില്ല. ഇല്ല അല്ലേ, എന്താ അന്തസ്സായിട്ട് സുന്ദരമായിട്ട് അങ്ങ് പറയുക. പക്ഷെ എനിക്ക് എന്നാന്നറിയാം, ധ്യാനം ഇഷ്ടം എല്ലാം ഭയങ്കര കൂളായിട്ട് എടുക്കുന്നത്. അങ്ങനെയാന്നു അല്ലേ? നമുക്കിപ്പൊ ഞാനിപ്പം ആ ഒരു അപ്പൻ ഇറക്കി വിട്ട സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ തകർന്ന് തരിപ്പണം. അയ്യോ വീടുമില്ല നാടുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആവുമ്പത്തേക്ക് നമ്മൾ തകർന്നു. പക്ഷെ ആ സമയത്തും അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അപ്പനില്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ നമുക്ക് ജീവിക്കുന്നില്ല, പൈസ ഇല്ലാണ്ട് ഇപ്പൊ അല്ല. പക്ഷെ എന്നാൽ അതൊരു കൂളായിട്ടാ എടുക്കുന്നേ. അതിന് വലിയ ടെൻഷനുള്ള പരിപാടിയല്ല. നമുക്കത് വരട്ടെ, വരുമ്പോ ചെയ്യാം. ആ സമയത്ത് എനിക്ക് 2-3 പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സാമ്പത്തികം സഹായിക്കാൻ വേണ്ടി പ്രണയിച്ചതാണോ? അല്ലല്ല, 1 2 2-3 ഒരേ സമയത്തോ? അതല്ല പരിപാടി കാണിച്ചത്. അതിനെ പ്രണയം എന്ന് വിളിക്കണ്ടേ ചേച്ചി? ഫണ്ട് റേസർ എന്ന് വിളിച്ചാൽ മതി അല്ലേ? എന്ത് വേണം വിളിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരുടെ ഒരു ധൈര്യത്തിൽ ബിഹൈൻഡ് എവരി മാൻ ദർ ഇസ് എ വുമൺ എന്ന് പറഞ്ഞാൽ മോനെ നീ വീട്ടിൽ പോണം. എന്റെ ലൈഫിൽ അങ്ങനെ ദർ ആർ മെനി വിമൻ പറയാൻ. വീട്ടിൽ പോണം. അവർക്ക് അതൊക്കെ അറിയാം. Ali's Kitchen. Let's cook with love.